നമ്മുടെ ചാനൽ എൻ്റെ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു 5:20 ആയപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ്. കാരണം ഇന്ന് മുതൽ പുള്ളിക്കാരത്തിനെ സ്കൂളിൽ ഇടണ്ടേ. അപ്പോൾ അതിൻ്റെ ഉള്ള കാര്യങ്ങളെല്ലാം ഇനിയുള്ള റെഗുലർ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. സ്കൂൾ ദിവസം രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കണം. അപ്പോൾ തലേന്ന് കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ആദ്യമേ പറക്കി വെച്ച്. അപ്പോൾ ഇന്ന് ഞാൻ നെച്ചോറും കറിയെന്ന് വെച്ചാൽ നമ്മൾ പരിപ്പ് കറി പപ്പടം ആക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് ഇഷ്ടമാണ്. അപ്പം ആ അരി കൂടുതൽ ദിവസം വരും, നമ്മളുടെ അരി ചീത്തയാവുമല്ലോ. അന്ന് മേടിച്ചതിൻ്റെ വകി കുറച്ച് അരി ഉണ്ടായിരുന്നു, ഇനിയും കുറച്ചുണ്ട്. അപ്പോൾ അത് അങ്ങനെ അങ്ങ് വെക്കാമെന്ന് കരുതി. അപ്പോൾ അവൾക്കും ഇഷ്ടമാണ്. അപ്പം ഇന്ന് അങ്ങനെ പോട്ട് എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ നെച്ചോറിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ആക്കി, പിന്നെ പരിപ്പ് കറിക്കുള്ളതും ആക്കി വെച്ച്. 5:20 പിന്നെ നമ്മൾ ഇത്രയും 2 മാസത്തെ ഒരു ഗ്യാപ്പ് വന്നപ്പോഴത്തേക്ക് 5:20 നീട്ടിട്ടും സമയം അങ്ങോട്ട് തികയാത്ത പോലെ തോന്നി. പിന്നെ നമ്മൾ വീഡിയോയും കൂടെ എടുക്കുന്നത് കൊണ്ട് ഒറ്റ കയ്യിൽ ഫോണും, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത്. പിന്നെ ഒരു കൈ ഫോണും ഒരു കൈ കൊണ്ടും നടക്കൂല. അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ആക്കി. അപ്പോൾ ഇന്ന് സ്നാക്സ് ആക്കിയത് അണ്ടിപ്പരിപ്പും പഴവും. അതിൽ നിന്ന് കുറേ അണ്ടിപ്പരിപ്പ് ഇവിടുന്ന് തന്നെ തിന്നിട്ടാണ് പോയത്. പിന്നെ മോൾക്ക് രാവിലെ കുടിക്കാൻ വേണ്ടി വെച്ച് പാലെടുത്ത് വെച്ച്. പാലൊക്കെ കുടിക്കാൻ മടിയാണ്, എന്നാലും കുടിപ്പിക്കും ഞാൻ. പിന്നെ ഇന്ന് ഇട്ടുകൊണ്ട് പോയി യൂണിഫോം അവർക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഇന്നലെ കിട്ടുമെന്ന് പറഞ്ഞു, പക്ഷേ ഇന്നലെ കിട്ടിയില്ല. അപ്പോൾ ഇന്ന് കളർ ഡ്രസ്സാണ്. അപ്പം ആ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ച് ഇനി ആൾക്ക് ചോറും കൂടെ ഒന്ന് എടുത്ത് വെക്കണം. വെള്ളവും എല്ലാം എടുത്ത് വെച്ചായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ചോറൊന്ന് ദമ്മ് പോലെ ഇട്ട് വെച്ചിരുന്നു. പിന്നെ അത് മിക്സ് ചെയ്ത് എടുത്ത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് കറിയുടെ കാര്യം നോക്കി. ഇത് കൂടെ കഴിഞ്ഞാൽ പിന്നെ മോള് അപ്പോഴത്തേക്ക് ഉണർന്നായിരുന്നു. പിന്നെ അവളുടെ കാര്യങ്ങൾ നോക്കാം, കറിയും കൂടെ ആക്കി വെച്ചിട്ട് പോയാൽ. അങ്ങനെ താളിച്ചെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതിൽ കുറച്ച് നെയ്യ് ഇടും. കാരണം നെയ്യ് വീട്ടിലുണ്ടെങ്കിൽ നെയ്യ് ഇടും, വേണം നെയ്യ് ഇട്ട് കഴിക്കുന്നത് അവൾക്കും ഇഷ്ടമാണ്, നല്ലതാണല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യ്, വീട്ടിൽ നെയ്യ് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പരിപ്പ് കറി വെച്ചാലും അതിനകത്ത് കുറച്ച് നെയ്യും കൂടെ ഒഴിക്കും. പിന്നെ മോളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വന്നിട്ട് അവൾക്ക് കഴിക്കാനുള്ളതും കൊടുത്തിട്ട് വന്നിട്ട് അവൾക്കുള്ള ചോറും കാര്യങ്ങളും, പരിപ്പ് കറി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ ചോറ്, പിന്നെ വെച്ച് തിന്നാനുള്ള ടവൽ, സ്നാക്സ്, വെള്ളം എല്ലാം എടുത്ത് ഒരുമിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ചോറും സ്നാക്സും കൂടെ നമ്മളെ കിറ്റിനകത്താക്കി. വെള്ളം ബാഗ് വെച്ചപ്പോൾ സൈഡിൽ തന്നെ വെച്ചാൽ മതി എന്നായി. അങ്ങനെ പിന്നെ സൈഡിലൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ബസ്സൊക്കെ വന്നു, മോളെ പറഞ്ഞു വിട്ടു. അപ്പോഴത്തേക്ക് നല്ല മഴക്കോള് വന്നു. കാരണം സ്കൂൾ ഉറപ്പായി കഴിയുമ്പോൾ എന്തായാലും പിന്നെ മഴയായിരിക്കുമല്ലേ. ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ഒരു അനക്കമൊന്നും ഇല്ല. ഇനി വൈകുന്നേരം വരുമ്പോൾ ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഒരു വിശദീകരണം ഉണ്ട്. ഇപ്പോൾ 2-3 ദിവസം ഒരു ബുദ്ധിമുട്ട് കാണും, ഇത്രയും ദിവസം അവൾ നിന്നിട്ട് പോയുണ്ട്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.